ഹലോ, എൻ്റെ പേര് സന്ധ്യ. എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു സിമ്പിൾ കറിയാണ്. ഉള്ളിയും തക്കാളിയൊക്കെ ഉപയോഗിച്ചൊരു തേങ്ങാപ്പാൽ ഒഴിച്ച കറി. ഇത് ഏറ്റവും ബെസ്റ്റ് കോമ്പിനേഷൻ ഇടിയപ്പത്തിൻ്റെ കൂടെയാണ്. ഞങ്ങളുടെ വീട്ടിൽ കുറേ കാലങ്ങളായിട്ട് എപ്പോഴും ഇടിയപ്പം ഉണ്ടാക്കുന്ന കറിയാണ് സോതി. വെരി വെരി സിമ്പിളായിട്ടുള്ള ഒരു കറിയാണ്. ഇതിനാവശ്യമുള്ള ഇൻഗ്രീഡിയൻസിൻ്റെ ലിസ്റ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യം തന്നെ ഒരു ചീനിച്ചട്ടിയിൽ വെളിച്ചെണ്ണ ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഉലുവ ചേർക്കാം. ഉലുവ ഒന്ന് കുക്കാകുമ്പോഴേക്കും ഞാനിവിടെ സവാള നീളത്തിൽ അരിഞ്ഞത്, തക്കാളി നീളത്തിൽ അരിഞ്ഞത്, പച്ചമുളക് നീളത്തിൽ അരിഞ്ഞത്, പിന്നെ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് ഇത്രയും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതെല്ലാം കൂടി നമുക്ക് ഈ ചീനച്ചട്ടിയിലേക്ക് ചേർക്കാം. അടുത്തായിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കാം, മുളക് പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഇനി ഉള്ളിയും തക്കാളിയും വേകാൻ ആവശ്യമുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി ഇത് മീഡിയം ഫ്ലെയിമിൽ അടച്ചു വെച്ചിട്ട് നമുക്ക് ഉള്ളിയും തക്കാളിയും വേകുന്ന വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. അപ്പോൾ ഇനി നമുക്ക് തിരിച്ച് ഇത് അടച്ചു വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. തക്കാളി ഉള്ളി നന്നായി വെന്ത് വെള്ളമൊന്നും ചെറുതായിട്ട് വറ്റി വന്നിട്ട് ഇതൊന്ന് നന്നായി മിക്സ് ചെയ്യുക. ഉപ്പ് വേണമെങ്കിൽ ഉപ്പ് ഈ സ്റ്റേജിൽ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് തേങ്ങാപ്പാൽ. 1-ാം പാലാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ ഈ റെസിപ്പിയിൽ ആകെ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ തേങ്ങാപ്പാൽ എടുക്കുന്നത് മാത്രമാണ്. ബാക്കിയൊക്കെ പെട്ടെന്ന് നടക്കും. അപ്പോൾ നമുക്ക് ഈ തേങ്ങാപ്പാൽ ഇതിലേക്ക് ഒഴിക്കാം. അതൊന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില നമുക്ക് ആഡ് ചെയ്യാം. അപ്പോൾ നമ്മുടെ സോതി റെഡി ആയിട്ടുണ്ട്. ഗ്യാസ് ഓഫ് ചെയ്തിട്ട് നമുക്കിത് വിളമ്പുന്ന പാത്രത്തിലേക്ക് മാറ്റാം. ഈ സിമ്പിൾ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. അടുത്ത പ്രാവശ്യം ഒരു പുതിയ വീഡിയോയുമായി വരുന്നവരെ ബൈ.